മന്ത്രി PC വിഷ്ണുനാഥാണ് ഇന്ന് ഹലോ മലയാളം ലീഡേഴ്സ് മോർണിംഗിൽ അതിഥിയായി എത്തിയിരിക്കുന്നത്. ഗുഡ് മോർണിംഗ് വിഷ്ണുനാഥ്. ഇന്നിപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം, എനിക്ക് തോന്നുന്നു ഉറക്കമില്ലാത്ത ഏതാനും ദിവസങ്ങൾക്ക് ശേഷം കുറച്ചൊന്ന് ആശ്വസിക്കാവുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് എന്ന് തോന്നുന്നു. ഏറ്റവും കൂടുതൽ ഈ മഴക്കാലം ദുരിതം വിതച്ച പത്തനംതിട്ട ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി കൂടിയാണല്ലോ. അപ്പോൾ ആ നിലയ്ക്ക് നോക്കിയാൽ എങ്ങനെയാണ് കാര്യങ്ങളൊന്ന് സമാധാനത്തിലേക്ക് വന്നിട്ടുണ്ട് എന്ന് കരുതാമോ? കുറച്ചൊരാശ്വാസം ഉണ്ട് എന്ന് തന്നെ കരുതാം. കാരണം ഹർഷൻ ഇവിടെ സൂചിപ്പിച്ചതുപോലെ എനിക്ക് മാത്രമായിരുന്നില്ല, നമ്മുടെ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിലെ കളക്ടർ മുതൽ താഴെ വില്ലേജിലെ ഏറ്റവും താഴെത്തട്ടിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരൻ മുതൽ ആ പ്രദേശത്തെ മുഴുവൻ എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും പെട്ട ജനപ്രതിനിധികളുണ്ട്, പഞ്ചായത്തുകളുടെ ചുമതലയുള്ളവർ, സാമൂഹ്യ പ്രവർത്തകർ, ആർക്കും കഴിഞ്ഞൊരു 3-4 ദിവസം ഉറക്കമുണ്ടായിരുന്നില്ല. കാരണം രാത്രി വളരെ വൈകുന്നവരെ നീളുന്ന റെസ്ക്യൂ നമ്മൾ നടത്തി. നമ്മളോടൊപ്പം NDRFും ഫയർഫോഴ്സും കൊല്ലത്തു നിന്നും ആലപ്പുഴയിൽ നിന്നുള്ള മത്സ്യത്തൊഴിലാളികളെല്ലാം ഒപ്പം ഉണ്ടായി. പിന്നെ രാത്രി ലഭിക്കുന്ന ഈ മഴ മുന്നറിയിപ്പുകൾ, അപ്പോൾ അതിനനുസരിച്ച് പെട്ടെന്ന് എടുക്കേണ്ട തീരുമാനങ്ങൾ, രാത്രിയിൽ തന്നെ തുടങ്ങേണ്ടി വരുന്ന ദുരിതാശ്വാസ ക്യാമ്പുകൾ, ഇങ്ങനെയൊക്കെയുള്ള ഒരു 4 ദിവസമായിരുന്നു. ഇന്നലെ രാത്രി കാര്യമായി പത്തനംതിട്ടയിൽ ഒരു വലിയ മഴ പെയ്തില്ല. കാരണം ഇന്നലെയും തീവ്ര മഴയുടെ ഫോർകാസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിലൊരു മഴ പെയ്തുവെങ്കിൽ പോലും ഒരു തീവ്ര മഴയായി അത് വന്നിട്ടില്ല. ഇന്ന് രാവിലെയും ഞാൻ ക്യാബിനറ്റിന് വേണ്ടിയിട്ട് ഇന്നാണ് തിരുവനന്തപുരത്തേക്ക് 4 ദിവസത്തിന് ശേഷം വരുന്നത്. അപ്പോൾ രാവിലെ ഞാൻ കളക്ടറെ ബന്ധപ്പെട്ടിരുന്നു. ഫോറസ്റ്റിൽ മഴ പെയ്യുന്നുണ്ട് രാവിലെയും, പക്ഷേ താഴേക്ക് അത്ര കാര്യമായൊരു മഴ പെയ്യുന്നില്ല. പക്ഷേ ഈ 3-4 ദിവസത്തെ അല്ലെങ്കിൽ കഴിഞ്ഞ 2 ദിവസം മുമ്പത്തെ ഒരു തീവ്ര മഴയുണ്ട്. ആദ്യത്തെ 31 കൂടാതെ പിന്നീട് ഒരു 173 mm രേഖപ്പെടുത്തിയ ഒരു തീവ്ര മഴ 2 ദിവസം മുമ്പ് പെയ്തിരുന്നു. അതാണ് നമ്മൾ അന്ന് മിന്നൽ പ്രളയത്തിൻ്റെയും കൂടെ പ്രഡിക്ഷൻ അവർ പറഞ്ഞിരുന്ന ഒരു ദിവസം. അന്ന് പെയ്ത ഈ പെയ്ത്തുമഴ താഴേക്ക് ഇറങ്ങി വരുന്നതിനൊരു സമയമുണ്ട്. ആ വെള്ളം താഴെ ഇറങ്ങിയതാണ് ഇപ്പോൾ ഈ അപ്പർ കുട്ടനാട് തിരുവല്ല മേഖലയിൽ ദുരിതം വിതച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ ഇപ്പം നമ്മൾ ദുരിതാശ്വാസ ക്യാമ്പുകൾ പോലും ഷിഫ്റ്റ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടായി. അങ്ങനെ കുറച്ച് ദുരിതാശ്വാസ ക്യാമ്പുകൾ തിരുവല്ല നഗരത്തിലേക്ക് നമ്മൾ ഷിഫ്റ്റ് ചെയ്തു, ചാത്തങ്കരിയിലെ അടക്കം. അപ്പം അവിടെ വെള്ളം ഇറങ്ങിയിട്ടില്ല ഇപ്പോഴും. അപ്പം ഇന്നൊരു ആശ്വാസ വാർത്തയുള്ളത്, കുറേ ദിവസങ്ങൾക്ക് ശേഷം നമുക്ക് ഈ മാവേലിക്കര കോഴഞ്ചേരി റോഡിൽ കൂട്ടി ബസ് ഗതാഗതം പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. മാവേലിക്കര കോഴഞ്ചേരി റോഡിൽ ബസ് ഗതാഗതം നിലച്ചിരിക്കുകയായിരുന്നു 2-3 ദിവസമായിട്ട്. ഇപ്പോൾ അതിലേക്ക് ബസ് പോകാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതൊരു ആശ്വാസമാണ്. എങ്കിലും ഈ അപ്പർ കുട്ടനാടുകാരുടെ ദുരിതം എന്തായാലും ഇനി ഈ ദിവസങ്ങളിൽ മഴ ചോദിച്ചോളൂ. അതുകൊണ്ട് അപ്പർ കുട്ടനാടുകാരുടെ സംബന്ധിച്ചിടത്തോളം ഈ തിരുവല്ലയിലെ ചോദിച്ചോളൂ. അതായത് നമുക്കിപ്പോൾ ഇതൊരു തുടർച്ചയായ പ്രതിഭാസമാണ്. എല്ലാ വർഷവും നമ്മൾ ഈ മഴക്കാല ദുരിതത്തിലേക്ക് ചെന്ന് പെടുന്നുണ്ട്. ഇതിപ്പോൾ മഴക്കാലം എന്ന് പോലും പറയാൻ പറ്റത്തില്ല. ഒരു വലിയ വേനൽ ഇങ്ങനെ കടന്നു പോകുന്നു. ആ വേനലിനിടയ്ക്ക് വലിയൊരു മഴ ഒരുമിച്ചിങ്ങ് എത്തുന്നു. അങ്ങനെ സംസ്ഥാനത്തെ വലിയ ദുരിതത്തിലാക്കുന്നു എന്നുള്ളതാണ് ഇങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ ഇത് പഠനങ്ങളൊക്കെ പറയുന്നത് 1950 മുതൽ ഇങ്ങോട്ട് ഘട്ടം ഘട്ടമായി നടപ്പായതാണ്. അതിൻ്റെ ഏറ്റവും ഗുരുതരമായ അവസ്ഥയിലേക്ക് ഇപ്പോഴാണ് സംസ്ഥാനം എത്തിച്ചേരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇനിയെങ്കിലും നമ്മൾ ഈ കാര്യത്തിൽ പ്രത്യേകിച്ച് 3 കാര്യങ്ങളിൽ, അതായത് 1 ഈ മഴ മുന്നറിയിപ്പുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ, 2 ഈ നീരൊഴുക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, മറ്റൊന്ന് ഇത് പിന്നീട് ഈ വെള്ളപ്പൊക്കമൊക്കെ ആയി മാറുന്ന ദുരിതത്തിലേക്ക് എത്തിയാൽ അതിനെ കൈകാര്യം ചെയ്യുന്ന കാര്യത്തിൽ, ഈ 3 കാര്യത്തിലും കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള അടിയന്തരമായ ഒരു ഇടപെടൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുമോ? അത് ഹർഷനിപ്പോൾ ചോദിച്ച 3 ചോദ്യങ്ങളുടെ ഉത്തരവാണ് യഥാർത്ഥത്തിൽ ഈ ഇഷ്യൂവിൻ്റെ നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട 3 മേഖല. അത് ഇനി നമ്മൾ ഈ വരുന്ന ദിവസങ്ങളിലെല്ലാം നമ്മളിതിനെ അഭിമുഖീകരിക്കേണ്ടി വരും. വളരെ കൃത്യമായ ചോദ്യമാണ്. ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇന്നലെ വിളിച്ചു ചേർത്ത യോഗം, ഉന്നതതല യോഗം, അദ്ദേഹം ആദ്യം ആറന്മുളയിൽ വന്നിട്ട് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ്സിൻ്റെ 20 ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ്സിൻ്റെ മാത്രം ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയ മീറ്റിംഗ് അദ്ദേഹം അറ്റൻഡ് ചെയ്തു. ആ മീറ്റിങ്ങിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ ഹർഷൻ ഇപ്പോൾ എന്നോട് ചോദ്യം, കാരണം പ്രസക്തമായതുകൊണ്ട് ഞാൻ ആ ചോദ്യത്തെ ഞാനും എൻഡോഴ്സ് ചെയ്യുകയാണ്. കാരണം
ഈ പറഞ്ഞ ഒരു ഇഷ്യൂ ഉണ്ട്. ഇത് ഈ കാലാവസ്ഥ മാറ്റം എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അത് ഇനിയും സംഭവിക്കും. അതായത് നമ്മളൊരു ദിവസം 358 mm, 200 ഇവരുടെ കണക്ക് പ്രകാരം 200 mm വരെ പെയ്താൽ അത് തീവ്ര മഴയാണ്. 200 mm മുകളിൽ പെയ്താൽ അത് അതിതീവ്ര മഴയാണ്. നമുക്ക് 31-ാം തീയതി വടശ്ശേരിക്കരയിൽ പെയ്തത് 350 mm ആണ്. അപ്പം അങ്ങനെ ഒരു മഴ പെയ്യുമ്പോൾ അസാധാരണമായ സിറ്റുവേഷൻസ് ഉണ്ടാവുകയാണ് നദിയിൽ. അപ്പോൾ അതിന് മുന്നറിയിപ്പ് സംവിധാനം, ഇപ്പോൾ ഉള്ള മുന്നറിയിപ്പ് സംവിധാനത്തെക്കുറിച്ച് അവർ പറയുന്നത്, MD അടക്കമുള്ളവർ പറയുന്നത്, ഈ പറയുന്ന ഈ ക്ലൗഡ് ബേസ്റ്റ് ഈ മൂലമുണ്ടാകുന്ന മിന്നൽ പ്രളയം, ഈ സാഹചര്യങ്ങൾ കൃത്യമായിട്ട് പ്രവചിക്കാൻ കഴിയുന്ന ഒരു സംവിധാനം ഇപ്പോഴും നമ്മുടെ കയ്യിലില്ല. അതിലേക്ക് നമ്മൾ എത്തണം. നമ്പർ 1. നമ്പർ 2 നീരൊഴുക്കാണ്. അതിലേറ്റവും പ്രധാനം ഈ നദിയാണ്. 18-ലെ പ്രളയത്തിൽ വന്ന എക്കൽ, പിന്നെ മണൽ, തടി എല്ലാം കൂടി അടിഞ്ഞത് റിമൂവ് ചെയ്തിട്ടില്ല. അത് അടിഞ്ഞിട്ട് ഈ പിന്നെ റിവറിൻ്റെ കപ്പാസിറ്റി വളരെ കുറവാണ്, പകുതിയിലും കുറവായിട്ടുണ്ട്. അപ്പം മുമ്പ് പെയ്യുന്ന അത്രയും മഴ പോലും പെയ്യണ്ട ഇപ്പോൾ ഈ നദി കരകവിയാൻ. അവിടെയാണ് ഈ പറഞ്ഞ 350, 340, ആവറേജ് 300 ആയിരുന്നു. ഒരു 9 പ്രദേശങ്ങളുണ്ട് റാന്നിയോട് ചേർന്നുള്ള, അവിടെ ആവറേജ് 300 mm വെച്ചാണ് പെയ്തത്. അങ്ങനെ വരുമ്പോൾ നദി വീണ്ടും കരകവിഞ്ഞൊഴുകും. അപ്പോൾ അടിയന്തരമായി ഗവൺമെൻറ് എടുക്കേണ്ട തീരുമാനം മുഖ്യമന്ത്രി ഇന്നലെ തന്നെ പ്രഖ്യാപിച്ചു, നീക്കം ചെയ്യാനുള്ള നടപടിയെടുക്കും. അതിലേക്ക് നമ്മൾ കടക്കേണ്ടി വരും. കാരണം ഇനിയത്തെ പ്രശ്നം എന്താണ്? 18-ലെയും 19-ലെയും 20-ലെയും പ്ലസ് ഈ 26-ലെ പ്രളയവുമായി ബന്ധപ്പെട്ടും കൂടെ ഈ ചെളിയും മണ്ണും മണലും തടിയും മറ്റ് കാര്യങ്ങളെല്ലാം വന്ന് അടിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇനിയൊരു മഴ വരുമ്പോൾ ഇതിനേക്കാൾ വേഗത്തിൽ നദി കരകവിയുന്ന സാഹചര്യം ഉണ്ടാകും. 3, ഈ പിന്നെ നമുക്ക് ഞാൻ എന്തായാലും ഒരു മാസം മുമ്പ് അവിടെ പോയി ഒരു മീറ്റിംഗ് എടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് പല സ്ഥലത്തും നമുക്ക് രാത്രിയിൽ ക്യാമ്പ് തുടങ്ങാൻ പറ്റിയത്. കാരണം നമ്മൾ പല കോൺസ്റ്റിറ്റ്യുവൻസിയിലും ഒരു പ്രളയം ഉണ്ടായാൽ, അല്ലെങ്കിൽ പ്രളയ സമാനമായ സാഹചര്യം ഉണ്ടായാൽ, ക്യാമ്പുകളാകാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലെ അടിസ്ഥാന സൗകര്യങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു അവലോകനമാണ് നടത്തിയത്. ഒരു മാസം മുമ്പ് നടത്തിയിരുന്നു. അത് ഈ മഴക്കാല പൂർവ്വ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട മീറ്റിങ്ങിലാണ്. അപ്പോൾ നമുക്ക് കുറേ സ്ഥലങ്ങളിൽ അതുകൊണ്ടാണ് രാത്രിയിൽ പോലും പോയി ക്യാമ്പ് തുടങ്ങാൻ പറ്റിയത്. നമ്മൾ അവിടുത്തെ ബേസിക് കമ്മ്യൂണിറ്റീസ് ഒന്ന് നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് പോരാ. അർഷൻ ഇവിടെ സൂചിപ്പിച്ചതുപോലെ അവിടെ റെസ്ക്യൂവിന് വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മൾ കൊല്ലത്തുനിന്ന് ആ ടീമിനെ വരുത്തി, ആ എറണാകുളത്തുനിന്നും പാലക്കാടത്തുനിന്നും വരുത്തി, ഒരു 3 മണിക്കൂർ ആ സമയത്ത് വീണ്ടും മഴയോ അസാധാരണ സാഹചര്യം ഉണ്ടാകാത്തതുകൊണ്ട് ഒരു 3-3.5 മണിക്കൂർ കൊണ്ട് അവർക്ക് എത്താൻ പറ്റി. പക്ഷെ വീണ്ടും ഉണ്ടാകുന്ന സാഹചര്യം വന്നാൽ നമ്മൾ കുറച്ചുകൂടെ പത്തനംതിട്ട എക്യൂപ്ഡ് ആക്കണം. ഫയർ ആൻഡ് റെസ്ക്യൂവിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ഒന്നുകൂടി പത്തനംതിട്ട എക്യൂപ്ഡ് ആക്കണം. നമ്മുടെ റീഹാബിലിറ്റേഷൻ്റെ ഏരിയകൾ കുറച്ചുകൂടെ എമ്യൂണിറ്റീസ് കൂട്ടണം. നമ്മൾ ഇനിയും ഇത് പ്രതീക്ഷിക്കുന്ന രൂപത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാകണം. അത് സമയമെടുക്കും, ഒരാഴ്ച കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല. എന്നാലും നമ്മളൊരു 6 മാസം കൊണ്ടെങ്കിലും കുറേ കാര്യങ്ങളിൽ ഒരു മുൻകരുതലും കുറച്ചും കൂടെ നമ്മുടെ സൗകര്യങ്ങളെ വർദ്ധിപ്പിക്കലും ഉണ്ടാകേണ്ടി വരും. റൈറ്റ്. ഇപ്പോൾ നമുക്കറിയാം, ഈ വേമ്പനാട്ട് കായലാണ് ഈ മഴവെള്ളത്തെ, മലവെള്ളത്തെ എല്ലാം ഉൾക്കൊണ്ടിരുന്നത്. അത് പിന്നെ കടലിലേക്ക് എത്തിച്ചിരുന്നത്. ആ നിലയ്ക്ക് ഇതൊരു ഒരു ഏറ്റവും വലിയ ഒരു സ്റ്റോറേജിൻ്റെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമായി വേമ്പനാട്ട് കായൽ അവിടെ ഉണ്ടായിരുന്നു. അത് 8 ലക്ഷം ഹെക്ടറിൽ നിന്ന് 2 ലക്ഷം ഹെക്ടറായി ചുരുങ്ങി. കൈത്തോടുകൾ ഏതാണ്ട് പൂർണ്ണമായി ഇല്ലാതായി. വയലുകളുടെ നികത്തൽ കാര്യമായി നടക്കുന്നു. ഇപ്പോൾ ഒരു പരിധിവരെ പരിസ്ഥിതിവാദികൾ പറയുന്നതിനും വികസനവാദികൾ പറയുന്നതിനും ഇടയ്ക്കാണ് യാഥാർത്ഥ്യം എന്നുള്ളത് വസ്തുതയുണ്ട്. കാരണം ഇപ്പോൾ പുഴയിലെ മണൽ വാരുമ്പോഴും പരിസ്ഥിതിവാദികൾ എതിർക്കും. പക്ഷേ ഇതിന് രണ്ടിനും ഇടയ്ക്കുള്ള ഒരിടത്താണ് ഇതിൻ്റെ യാഥാർത്ഥ്യമുള്ളത്. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇത്തരം പ്രശ്നങ്ങളിൽ, അതായത് നിയമവിരുദ്ധമായ ഇത്തരം കാര്യങ്ങൾ കുറേയേറെ നടന്നിട്ടുണ്ട്. അത്തരം കാര്യങ്ങളിൽ കൂടി ഇടപെട്ടാലല്ലേ ഈ പറഞ്ഞ അപ്പർ കുട്ടനാടൻ മേഖലയിൽ, പത്തനംതിട്ട ജില്ലയുടെ മേഖല, കോട്ടയം ജില്ലയുടെ മേഖലകൾ, ഇപ്പം ആലപ്പുഴ ജില്ലയുടെ മേഖലകളിലെല്ലാം അങ്ങനെ കുറേയേറെ വലിയ ഒരു പ്രദേശത്തെ ബാധിക്കുന്ന പ്രശ്നത്തിന് പരിഹാരമാകൂ. തീർച്ചയായാണ്. കാരണം നമ്മുടെ പ്രദേശം വളരെ ഇക്കോളജിക്കലി സെൻസിറ്റീവാണ്. അത് സ്വകാര്യമാണെങ്കിലും പൊതുവാണെങ്കിലും അവിടെ ഉണ്ടാകുന്ന വികസനങ്ങളെയെല്ലാം ആ കാര്യങ്ങളെ കൂടി ഉൾക്കൊണ്ടുകൊണ്ട് ചെയ്തില്ലെങ്കിൽ നമ്മുടെ ആവാസ വ്യവസ്ഥ തന്നെ തകിടം മറിയും. നമുക്ക് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം സൃഷ്ടിച്ചിട്ട് നമ്മൾ അവിടേക്ക് ഡെവലപ്മെൻറ്റ് കൊണ്ടുവന്നിട്ട് കാര്യമൊന്നുമില്ല. അവിടെ ജീവിക്കേണ്ട ആളുകൾ.
ഡെവലപ്മെൻറ്റിൻ്റെ കാര്യങ്ങൾ അനുഭവിക്കേണ്ട ആളുകൾ അവിടെ ഇല്ലെങ്കിൽ പിന്നെ ഇത് ആർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഡെവലപ്മെൻറ്റ് കൊണ്ടുവരുന്നത്? ഹർഷൻ പറഞ്ഞതാണ് അതിൻ്റെ കറക്റ്റ്, ഞാൻ ഹർഷനെ ആവർത്തിക്കുകയല്ല. ഇതിനിടയിലൊരു മിഡ് പാത്ത് നമ്മൾ കണ്ടെത്തണം, സയൻറ്റിഫിക്കായ ഒരു മിഡ് പാത്ത്. അതായത് പരിസ്ഥിതി ആയിട്ടുള്ള സാഹചര്യങ്ങൾ ഉൾക്കൊള്ളുകയും ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ കാര്യങ്ങളെ അതിനോട് ചേർത്ത് കൊണ്ടുപോവുകയും ചെയ്യുന്ന ഒരു മധ്യവഴി ഉണ്ടാക്കിയെങ്കിൽ മാത്രമാണ് നമുക്ക് ആവാസം സാധ്യമാവുകയുള്ളൂ. ഇല്ലെങ്കിൽ ഈ പറഞ്ഞ പ്രശ്നം നമ്മൾ പണ്ട് വർഷത്തിൽ ഒരിക്കലാണെങ്കിൽ ഒരു വർഷത്തിൽ പലതവണ നമ്മൾ നേരിടേണ്ടി വരികയാണ്. റൈറ്റ്. ഇപ്പോൾ ഒരു ഇക്കാര്യത്തിൽ ഒരു പ്രതിപക്ഷത്തെ കൂടി വിശ്വാസത്തിൽ എടുത്തുകൊണ്ട്, അല്ലെങ്കിൽ എന്താ പ്രശ്നം ഉണ്ടാവുക? ഇപ്പം മണൽ വാരാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും കേരളത്തിൻ്റെ ഒരു സ്വഭാവം വെച്ച് അപ്പോഴുള്ള പ്രതിപക്ഷ പാർട്ടി ആരാണോ അവരതിനെ എതിർക്കും, അതിൽ അഴിമതി ആരോപണമൊക്കെ വരും. തീവ്ര പരിസ്ഥിതിവാദികളാണെങ്കിൽ കടുത്ത നടപടികളുമായി ചിലപ്പോൾ കോടതി വഴിയൊക്കെ അടുത്ത നടപടികളിലേക്ക് കടക്കും. അപ്പോൾ ഇത് കേരളത്തിൻ്റെ ഒരു പ്രശ്നമാണ്, നമ്മൾ പൊതുവെ ആലോചിച്ചതിനൊരു പരിഹാരമാണ് ഉണ്ടാക്കേണ്ടത് എന്ന തരത്തിൽ വിപുലമായ ഒരു ഏകോപനവും അത്തരമൊരു ആലോചനയും വേണം. അതിനാര് മുൻകൈ എടുക്കും എന്നുള്ള ഒരു പ്രശ്നമുണ്ട്. അത് സർക്കാർ ആ കാര്യത്തിൽ എന്ത് ആലോചനകളിലേക്കാണ് കിടക്കുക? തീർച്ചയായും സർവകക്ഷി ഒരു ഐക്യം ഇക്കാര്യത്തിൽ ഉണ്ടാക്കിയെടുക്കണം. കാരണം ഇപ്പോൾ പ്രളയമൊക്കെ വരുമ്പോൾ എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്നുണ്ട്. ആ പ്രസ്താവനയൊക്കെ അവിടെ ഇവിടെയൊക്കെ നടത്തുന്നതല്ലാതെ പ്രാദേശികമായി എല്ലാവരും ഒരുമിച്ചാണ്. എനിക്ക് സർക്കാരിന് എന്ന നിലയിൽ, സർക്കാരിൻ്റെ പ്രതിനിധി എന്ന നിലയിൽ അവിടെ നിൽക്കുമ്പോൾ പ്രാദേശികമായി എല്ലാവരും ഒരുമിച്ചാണ് നിൽക്കുന്നത്. കാരണം ഒരു അപകടം വരുമ്പോൾ വെളിയിൽ നിൽക്കുന്ന ആളുകൾ എന്തെങ്കിലുമൊക്കെ അഭിപ്രായമൊക്കെ പറയുന്നെങ്കിൽ പോലും അവിടെ അനുഭവിക്കുന്ന ആളുകൾക്ക് അവർ ഐക്യപ്പെട്ട് തന്നെയാണ് നിൽക്കുന്നത്. കാരണം അവരുടെ അതിജീവനത്തിൻ്റെ പ്രശ്നമാണ്. അവിടെ ഇപ്പോൾ ആരും രാഷ്ട്രീയ പ്രസ്താവന നടത്താനൊന്നും നിൽക്കില്ല. അപ്പോൾ ഈ കാര്യത്തിലാണെങ്കിൽ പോലും ഗവൺമെൻറ് മുൻകൈ എടുത്ത് തന്നെ എല്ലാ പ്രതിപക്ഷത്തെയും പരിസ്ഥിതി പ്രവർത്തകരെയും കേരളത്തിൻ്റെ നന്മ ആഗ്രഹിക്കുന്ന എല്ലാവരെയും ഒരുമിച്ച് വിശ്വാസത്തിലെടുത്ത് ഒരു പൊതു തീരുമാനമാക്കി നമുക്കിത് കൊണ്ടുവരാൻ കഴിയണം, നടപ്പാക്കണം എന്ന അഭിപ്രായത്തോട് ഞാൻ യോജിക്കുകയാണ്. ഇന്നിപ്പോൾ പക്ഷേ ഈ പറഞ്ഞ കോന്നി MLA KU ജനീഷ് കുമാർ ഉന്നയിച്ച ഒരു ആരോപണം, മുഖ്യമന്ത്രി പങ്കെടുത്ത അവലോകന യോഗം പോലും തന്നെ അറിയിച്ചില്ല എന്നാണ്. അങ്ങനെയൊരു പ്രശ്നമുണ്ടോ അവിടെ? ഇല്ലില്ല, ഞാനത് ക്ലാരിറ്റി വരുത്താം. മുഖ്യമന്ത്രി തന്നെ ഒരു നിർദ്ദേശം തന്നു. ഒരു സ്ഥലത്തെ ആൾക്കാരെ ഞാൻ നടത്തുന്ന സ്ഥലത്തേക്ക് വിളിക്കരുത്. കാരണം അവരെല്ലാം ഈ റീഹാബിലിറ്റേഷൻ്റെ റെസ്ക്യൂവിൻ്റെ ഭാഗമായിട്ട് നിൽക്കുകയാണ്. അതുകൊണ്ട് പിന്നെ മുഖ്യമന്ത്രി ആകെ ഒരു മീറ്റിങ്ങിലാണ് പങ്കെടുത്തത് ആറന്മുളയിൽ. അതായത് ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ്സിനെ മാത്രമേ വിളിച്ചുള്ളൂ. കാരണം അതിൻ്റെ താഴെയുള്ള ഒരു ഉദ്യോഗസ്ഥരെയും വിളിച്ചില്ല. കാരണം അവരെല്ലാം ഫീൽഡിലാണ്. തിരുവല്ല MLA വിളിച്ചിട്ടില്ല, റാന്നി MLA വിളിച്ചിട്ടില്ല, പിന്നെ അടൂർ MLA അവിടെ വന്നതാണ്. കാരണം അടൂരും കോന്നിയും താരതമ്യേന വലിയ ഇഷ്യൂസ് ഇതിനകത്ത് ഭാഗ്യം കൊണ്ട് ഉണ്ടാകാതിരുന്ന രണ്ട് സ്ഥലങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് MLA-മാരെ ആരെയും എവിടേക്കും വിളിച്ചില്ല. അദ്ദേഹം ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ്സിനെ മാത്രം കണ്ട് അവരുടെ വിവരങ്ങൾ ആദ്യമായി സ്ഥലങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ്, ബാക്കി അദ്ദേഹം ഭരണപക്ഷി MLA-യുടെ സ്ഥലത്തും പോയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ അടൂർ ഭരണകക്ഷി MLA ആണ്, കോന്നിയിൽ പ്രതിപക്ഷ MLA ആണ്. ഈ രണ്ട് മണ്ഡലങ്ങളിലും അദ്ദേഹം സന്ദർശിച്ചിട്ടില്ല. അദ്ദേഹം സന്ദർശിച്ചത് ആറന്മുളയിലും റാന്നിയിലും തിരുവല്ലയിലും. ഇത് ഏറ്റവും പ്രയാസം അനുഭവിക്കുന്ന സ്ഥലങ്ങളിൽ നേരിട്ട് പോയി അവിടെ പ്രവർത്തിക്കുന്നവർക്കൊരു മാനസികമായ ഒരു ധൈര്യം കൊടുത്തു, ജനങ്ങളെ കേട്ടു. അങ്ങനെയാണ് ഉണ്ടായത്. അതിലൊരു ഭരണപക്ഷ പ്രതിപക്ഷ വ്യത്യാസമൊന്നും ഉണ്ടായിട്ടില്ല. MLA-മാരുടെ ചേർത്തൊരു മീറ്റിംഗ് ഇന്നലെ അവിടെ വിളിച്ചിട്ടില്ല. ആറന്മുളയിലും റാന്നിയിലും തിരുവല്ലയിലും അദ്ദേഹം സന്ദർശിക്കുക മാത്രമാണ് ഉണ്ടായത്. റൈറ്റ്. ഇന്നിപ്പോൾ ഈ മന്ത്രിസഭാ യോഗത്തിന് ശേഷം ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തതയുള്ള പ്രഖ്യാപനങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവാൻ സാധ്യതയുണ്ടോ? ആലോചനകൾ അതിലേക്കുണ്ടോ? കാരണം ഇത്തവണത്തെ ഈ പ്രളയവുമായി ബന്ധപ്പെട്ട് ഉണ്ടാവും. മുഖ്യമന്ത്രി കുറച്ചുകൂടെ ഫീൽഡിൽ വന്ന് കാര്യം മനസ്സിലായിട്ടുണ്ട്. അദ്ദേഹത്തിന് ഇന്നലത്തെ അവലോകനത്തിൽ നിന്നും അദ്ദേഹത്തിന് ഒരുപാട് ഫീഡ്ബാക്ക് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള തീരുമാനങ്ങൾ ഉണ്ടാകും. ഈ ടൂറിസം മന്ത്രി കൂടിയാണല്ലോ PC വിഷ്ണുനാഥ്. ആ നിലയ്ക്ക് നോക്കിയാൽ ടൂറിസത്തിന് വലിയ നഷ്ടമാണ് ഇത്തരം ദുരന്തങ്ങൾ ഉണ്ടാക്കി വയ്ക്കുക. ഇപ്പോൾ എത്രയാണ് നഷ്ടം കണക്കാക്കുന്നത് ആ നിലയ്ക്ക് ടൂറിസം വകുപ്പ്? അല്ല, കണക്കായിട്ട് എടുത്തിട്ടില്ല, പക്ഷെ വലിയ നഷ്ടം തന്നെയാണ്. കാരണം നമ്മുടെ ഈ മൺസൂൺ ടൂറിസം യഥാർത്ഥത്തിൽ ഇപ്പം ഭയങ്കര ഈ മാസങ്ങളിലേക്കുള്ള ഒരു ടൂറിസം, നമ്മളിപ്പം പുതുതായിട്ടൊരു ടൂറിസത്തിൻ്റെ ഒരു പുതിയ മേഖല തുറന്നു വന്നതാണ്. അപ്പോഴാണ് ഒന്നാമത് ഇത് പത്തനംതിട്ടയിൽ മാത്രമാണെങ്കിൽ പോലും ഈ വാർത്തകൾ പുറത്തു വരുമ്പോൾ കേരളത്തിലേക്ക് സഞ്ചാരികൾ വരുന്നതിന് മൊത്തത്തിൽ അവരെ തടയുന്നുണ്ടത്. അവർ വരാതെ മാറി നിൽക്കുന്നൊരു സ്ഥിതിയാണ്. ഓണം നമ്മൾ ശരിക്കും പറഞ്ഞാൽ ടൂറിസത്തിൻ്റെ ഒരു ആസ്പെക്റ്റിൽ ഭയങ്കരമായിട്ട് മാർക്കറ്റ് ചെയ്യാൻ ഉള്ളൊരു പരിശ്രമം നടത്തുകയായിരുന്നു. കാരണം ഓണത്തിന് ഒരുപാട് സഞ്ചാരികൾ ഇവിടെ വന്നാൽ വള്ളംകളി, അതുപോലെ വള്ളസദ്യ, ഓണവുമായി ബന്ധപ്പെട്ട കലാരൂപങ്ങൾ,
ഇതെല്ലാം മൊത്തത്തിൽ ആ സഞ്ചാരികളെ, ഫോറിൻ ടൂറിസ്റ്റിനെയും ഡൊമസ്റ്റിക് ടൂറിസ്റ്റിനെയും എല്ലാം ക്ഷണിക്കുന്ന ഒരു നല്ല ജോലി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇത് വന്നത്. പക്ഷേ ഈ ദിവസങ്ങളിൽ ഇതൊന്ന് അവസാനിച്ച് കഴിഞ്ഞാൽ വീണ്ടും അവരെ മടക്കിക്കൊണ്ടുവരാൻ കഴിയുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായും മൺസൂൺ ടൂറിസം ഒക്കെ ഏറ്റവും സജീവമായ ഒരു കാലത്തിലേക്കാണ് നമ്മൾ കടന്നുകൊണ്ടിരുന്നത്. അപ്പോഴാണ് ഇങ്ങനെയൊരു വലിയ പെരുമഴ വന്ന് നമ്മളുടെ ആ പ്രതീക്ഷകളെ ആകെപ്പാടെ തകിടം മറിച്ചിരിക്കുന്നത്. ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. മറ്റൊന്ന്, ഇതിൻ്റെ തുടക്കത്തിൽ ഈ ദുരന്തമുണ്ടായ ആദ്യഘട്ടത്തിൽ ഉയർന്ന പ്രധാനപ്പെട്ട ആരോപണം എന്നത് ഈ രംഗത്ത് മുഖ്യമന്ത്രി നേരിട്ടുള്ള ഇടപെടൽ ഉണ്ടാവുന്നില്ല, അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാവുന്നില്ല എന്നുള്ളത് തന്നെയായിരുന്നു. ഏകോപനത്തിൽ അദ്ദേഹം നേതൃപരമായ പങ്കുവഹിക്കുന്നില്ല എന്നതായിരുന്നു. ഒരു പരിധിവരെ ആ വിമർശനത്തെ ശരിവയ്ക്കുന്ന തരത്തിലാണ് പിന്നീട് അദ്ദേഹം പങ്കെടുത്ത പരിപാടികളുടെ വാർത്തകളും റിപ്പോർട്ടുകളും എല്ലാം പുറത്തു വന്നതും. അതിനെ എങ്ങനെയാണ് വിഷ്ണു കാണുന്നത്? അതിൽ ഒരു ഇത്തരം കാര്യങ്ങൾ ദുരന്ത സാഹചര്യം എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ള ഒരു ആലോചന കൂടുതൽ വേണ്ടി വരുമോ? 31-ാം തീയതി രാവിലെ 5 മണി മുതൽ അദ്ദേഹം ബന്ധപ്പെട്ട എല്ലാവരുമായും അതിൻ്റെ ഏകോപനം തുടങ്ങി. ഞങ്ങളോടന്ന് രാവിലെയാണ് ജില്ലയുടെ ചാർജുള്ള മന്ത്രിമാർ ജില്ലകളിലേക്ക് പോകാൻ നിർദ്ദേശിച്ചത്. ആ നിമിഷം മുതൽ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലും മുഖ്യമന്ത്രിയുടെ ഏകോപനത്തിലും മുഖ്യമന്ത്രിയുടെ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലും മുഖ്യമന്ത്രി നടത്തുന്ന വിലയിരുത്തലുകളുടെ അടിസ്ഥാനത്തിലുമാണ് ഈ പ്രവർത്തനങ്ങളെല്ലാം നടന്നത്. ആർമിയുടെ സഹായം അടക്കം ഏതെങ്കിലും ഘട്ടത്തിൽ വേണ്ടി വന്നാൽ അതുവരെ തയ്യാറാക്കി നിർത്തിക്കൊണ്ടായിരുന്നു ഈ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയത്. അപ്പോൾ ആ ആദ്യ 2 ദിവസങ്ങൾ മുഖ്യമന്ത്രി മുൻകൂട്ടി തീരുമാനിച്ച പരിപാടികളിൽ പോയി എന്നുള്ളതല്ല, അത് മുഖ്യമന്ത്രിയുടെ ഏകോപനത്തിൽ തന്നെയാണ് ഈ കാര്യങ്ങൾ നടന്നത്. അതിനെ നമ്മൾ അങ്ങനെ ഒന്നാമത് ഈ കഴിഞ്ഞ പ്രളയത്തിലൊന്നും തന്നെ 2018 പ്രളയത്തിലൊന്നും ഈ ആദ്യ ദിവസങ്ങളോ 2-ാം ദിവസമൊക്കെ ഇങ്ങനെ രാഷ്ട്രീയ ആക്ഷേപങ്ങളൊന്നും ആരും ഉന്നയിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പം ദൗർഭാഗ്യകരമായൊരു സാഹചര്യം ഈ സമയത്ത് പോലും വന്ന് രാഷ്ട്രീയമായ ആരോപണങ്ങൾക്കായിട്ടുള്ള ഒരു വേദിയായിട്ട് ഇതിനെ തിരഞ്ഞെടുക്കുന്നു എന്നുള്ളത്, നമ്മളൊക്കെ 18 വിക്ടിംസാണ്, അത് നേരിട്ട് കണ്ടവരാണ്, നമുക്കിതൊക്കെ അറിയാവുന്ന ആളുകളാണ്. അത് ശരിയല്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അതൊന്നും ജനം ഉൾക്കൊള്ളത്തില്ല എന്നും ഞങ്ങൾ കരുതുന്നുണ്ട്. ഈ ഒരു മഴ പെയ്യുമ്പോൾ ഇപ്പം ഞാൻ ഇന്നലെ കുസാറ്റിലെ ഡോക്ടർ അഭിലാഷായിരുന്നു രാവിലെ എന്നെ ക്യാബിനറ്റിൽ വിടാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. ഇല്ല ഒറ്റ ചോദ്യം കൊണ്ട് അവസാനിപ്പിക്കാം. അതായത് ഇന്നലെ ലീഡേഴ്സ് മോർണിംഗിൽ ഡോക്ടർ അഭിലാഷായിരുന്നു. അപ്പോൾ സംസാരിച്ചപ്പോൾ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ ഈ മഴ മുന്നറിയിപ്പ് എന്നത് അസാധ്യമായ ഒരു സംഗതിയായി മാറുന്നതിനൊരു കാരണം 1 കിലോമീറ്റർ 1.5 കിലോമീറ്റർ ചുറ്റളവിൽ മാത്രം അതിതീവ്രമായ മഴ പെയ്യുന്ന ഒരു സാഹചര്യം. നമുക്കൊരു 12 മുതൽ 5 കിലോമീറ്റർ വരെയുള്ള പ്രദേശത്തുള്ള മഴയെക്കുറിച്ച് വരെ പ്രവചിക്കാം. അതിനും ചെറിയൊരു മേഖലയിലേക്കാണ് വലിയ മഴ വന്ന് വീഴുന്നത് എന്ന്. അപ്പോൾ ഈ റഡാറുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുകയോ അത്തരം നീക്കങ്ങളോ ഇമ്മീഡിയറ്റ് വളരെ ഏറ്റവും അടിയന്തരമായി ചെയ്യേണ്ട ഒരു പരിപാടി എന്നുള്ള നിലയ്ക്ക് അതിനെ പരിഗണിക്കുന്നുണ്ടോ? അത് പറഞ്ഞു, മുഖ്യമന്ത്രി തന്നെ ഇന്നലെ പറഞ്ഞിട്ടുണ്ട്. ഈ ഫോറസ്റ്റിലൊക്കെ ഇപ്പോൾ നമ്മൾ മാനുവലായി പ്രവർത്തിക്കുന്ന ഈ മഴ നിരീക്ഷണ സംവിധാനങ്ങളാണുള്ളത്. അതിന് കുറച്ചും കൂടെ ആധുനികമായിട്ടുള്ള AI പോലും ഉപയോഗിച്ച് കണ്ടെത്താൻ കഴിയുന്ന പുതിയ സംവിധാനങ്ങളിലേക്ക് നമ്മൾ പോകും എന്നാണ് അദ്ദേഹം ഇന്നലെ പറഞ്ഞത്. നടപ്പിലാകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. തീർച്ചയായും. എന്തായാലും വിഷ്ണു ഇപ്പോൾ ക്യാബിനറ്റിൽ പങ്കെടുക്കാൻ പോവുകയാണ്. അതിനിടയ്ക്കാണ് ഈ സമയം കണ്ടെത്തി സംസാരിച്ചത്. വളരെ നന്ദി.